നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം. ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. പാലിൽ നിന്നും പെയിന്റ്, അങ്ങനെ കേട്ടിട്ടുണ്ടോ? അമ്പരക്കട്ട. സാധാരണ പശുവിൻ പാലല്ല, റബ്ബർ പാലിൽ നിന്നാണ് ഈ പ്രകൃതിദത്ത പെയിന്റ് നിർമ്മിക്കുന്നത്. കൃത്രിമ രാസവസ്തുക്കളില്ലാത്ത തികച്ചും പ്രകൃതിദത്തമായ പെയിന്റ്. കോട്ടയത്തെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് ഈ ആശയത്തിന്റെ സാക്ഷാത്കാരത്തിലാണ് ഇന്ന് 2 യുവാക്കൾ. ഇടുക്കി സ്വദേശിയായ മിഥുനും തൃശൂർ സ്വദേശിയായ ജോസഫ് ലിജോയും. പ്രശസ്ത ജൈവകൃഷി വിദഗ്ധൻ KV ദയാലിന്റെ പിന്തുണയും കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റബ്ബർ പ്രൊഡക്ഷൻ ഇൻക്യുബേഷൻ സെന്ററിന്റെ പരിശ്രമവും ചേർന്നതോടെയാണ് റബ്ബർ പാലിൽ നിന്ന് പരിസ്ഥിതി സൗഹൃദ പെയിന്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. ഭദ്രം എന്ന പേരിൽ ഈ നാച്ചുറൽ പെയിന്റ് വിപണിയിലെത്തിക്കുന്നത് കേരള പെയിന്റ്സ് ആണ്. എഞ്ചിനീയറിംഗ് ജോലിയും മാധ്യമ ജോലിയുമെല്ലാം ഉപേക്ഷിച്ചാണ് ഈ യുവാക്കൾ പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ജീവിതശൈലി ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലെത്തുന്ന ഫാറ്റി ലിവർ രോഗികളിൽ നല്ലൊരു ശതമാനവും പെയിന്റ് ജോലിക്കാരാണെന്ന കണ്ടെത്തലാണ് ഈ ആശയത്തിന് തുടക്കം കുറിക്കാൻ കാരണം. പെയിന്റ് ജോലിക്കാരിൽ മാത്രം എങ്ങനെ ഇത്രയും അധികം ഫാറ്റി ലിവർ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് അവരടിക്കുന്ന പെയിന്റിലെ രാസവസ്തുക്കളാണ് ഇതിലേക്ക് നയിക്കുന്നത് എന്ന കണ്ടെത്തലിന് കാരണമായത്. ഇതിന് പരിഹാരമായി പ്രകൃതിദത്ത പെയിന്റ് എന്ന ആശയം ഉദിച്ചത് ശ്രീ ജോസഫ് ലിജോ. ഞങ്ങൾ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിൽ ആനന്ദ കേന്ദ്രം എന്നൊരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഈ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് അവിടെ വരുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് ആ ജീവിതശൈലി രോഗം വരുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നതിനും മരുന്ന് കൊടുക്കുന്നതിനായിട്ടാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഏറ്റവും അധികം കരൾ രോഗികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു കരൾ രോഗത്തിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ ഇവരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും മദ്യപാനികളുമല്ല. അപ്പോൾ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അന്വേഷിച്ച് വരുമ്പോഴാണ് ഇവരിൽ എണ്ണത്തിൽ ഏറ്റവും അധികം കൂടുതലുള്ളത് പെയിൻറ്റർമാരാണ്. അപ്പോൾ ഈ പെയിൻറ്റർമാർക്ക് ഇത്രയും കരൾ രോഗങ്ങൾ വരാനുള്ളൊരു കാരണം നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ ഒരു പെയിൻറ്റ് ബോട്ടിൽ എന്നും ഓപ്പൺ ചെയ്യുന്നത് ഒരു പെയിൻറ്ററാണ്. ഇതിനകത്ത് വരുന്ന ഫോർമാൽഡിഹൈഡ് എമിഷനും അല്ലെങ്കിൽ ഹെവി മെറ്റൽസ് ഉൾപ്പെടെയുള്ള VOC ഉൾപ്പെടെയുള്ള എല്ലാം ഈ പെയിൻറ്ററാണ് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 50-55 വയസ്സാകുമ്പോൾ തന്നെ ഒരു പെയിൻറ്റർക്ക് ശ്വാസകോശ രോഗമോ കരൾ രോഗമോ ഒക്കെ വരുന്നൊരവസ്ഥയിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ ചിന്ത, ഈ ഒരു പെയിൻറ്റർക്ക് പ്രശ്നം വരുന്ന പോലെ തന്നെ ഒരു വീടിനുള്ളിൽ താമസിക്കുന്നവർക്ക് പ്രശ്നം വരാൻ സാധ്യതയില്ലേ? നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ പെയിൻറ്റ് എന്ന് പറയുന്നത് 24 മണിക്കൂർ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മളൊരു 2 ആഴ്ച വീട് അടച്ചിട്ടിട്ട് തിരിച്ചു വന്നാൽ വീട്ടിൽ കാണുന്ന പൊടിയുടെ ഒരു ബഹുഭൂരിപക്ഷം ഭാഗവും ഈ പെയിൻറ്റ് പൊടിയുന്നതാണ്. അപ്പോൾ പലപ്പോഴും ഈ ആൻറ്റി ഫംഗൽ അഡിറ്റീവുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ചേർത്ത പെയിൻറ്റ് വീടിനകത്ത് പൊടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതും കൂടെ ചേർത്താണ് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. കരൾ രോഗത്തിൻ്റെ ഒരു പ്രധാന കാരണമാണ്. അങ്ങനെ ഞങ്ങളൊരു സോഷ്യൽ മീഡിയ ചർച്ചയിൽ ഞങ്ങളൊരു നാച്ചുറൽ പെയിൻറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ താഴെ വന്നൊരു കമൻറ്റാണ് ശരിക്കും നിങ്ങൾ പിന്നെ പാലൊഴിച്ചാണോ പെയിൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അതിൽ നിന്നാണ് ഈ റബ്ബർ പാലിൻ്റെ സാധ്യതയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നതും കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സംസാരിച്ച് അവർ വളരെ ഉത്സാഹത്തോടെ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തു. ഇന്ന് ഭദ്രം എന്ന പേരിൽ ആ ഒരു പെയിൻറ്റ് നമുക്ക് റെഡിയാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വീടിനകത്തെ വായുവിനെ ശുദ്ധീകരിക്കുന്ന നാച്ചുറൽ പെയിന്റ് എന്നതായിരുന്നു ഇവരുടെ ആശയം. അങ്ങനെയാണ് റബ്ബർ പാലിൽ നിന്നും പെയിന്റ് യാഥാർത്ഥ്യമാകുന്നത്. കടൽക്കക്ക, കളിമണ്ണ്, സസ്യസത്തുക്കൾ, ഇതര പ്രകൃതിദത്ത രാസവസ്തുക്കൾ എന്നിവ ചേർത്താണ് പെയിന്റ് നിർമ്മിച്ചിരിക്കുന്നത്. പെയിന്റിനെ കുറിച്ച് കേരളത്തിലെ ജൈവകൃഷി ആചാര്യനും വനമിത്ര പുരസ്കാര ജേതാവും MG യൂണിവേഴ്സിറ്റിയിലെ സസ്റ്റൈനബിലിറ്റി ഇന്നൊവേഷൻ ലീഡ് കൂടിയായ ശ്രീ ദയാൽ. നമ്മളുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഭദ്രം, നമ്മുടെ റിസോഴ്സ് ഉപയോഗിച്ചിട്ട്, അതായത് നമ്മളുടെ കക്ക, കടലിലെ കക്കയുടെ പൊടിച്ചെടുക്കുന്നതും റബ്ബർ പാലും ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ലോകത്ത് ആദ്യമായി ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റ്. അത് ഉണ്ടാകാനുള്ള കാരണം നമ്മൾ ആൾറെഡി ഈ കടൽ കക്ക പൊടി കൃഷിക്ക് വേണ്ടിയിട്ട് പൊടിച്ചിരുന്നു. അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പൊള്യൂഷൻ ഉണ്ടാകുമായിരുന്നു. അത് പൗഡർ പോലെ മുന്നോട്ട് പോകും. അപ്പോൾ ആ പൗഡർ നമ്മൾ സക്ക് ചെയ്തെടുത്തിട്ട് ഒരു പെയിൻറ്റിൻ്റെ ഐഡിയ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ഒരു പൊള്യൂഷൻ, ഒരു ഇൻഡസ്ട്രിയുടെ പൊള്യൂഷനെ നമ്മൾ ഇല്ലാതാക്കി, റബ്ബർ കർഷകർക്ക് പ്രയോജനമായി, പെയിൻ്റ് അടിക്കുന്ന പെയിൻറ്റർമാരുടെ ആരോഗ്യം നമ്മൾ വീണ്ടെടുക്കാവുന്ന സംവിധാനമാക്കി, പെരക്കകത്ത് കിടന്നുറങ്ങുന്നവരുടെ ആരോഗ്യവും ആ പെരയ്ക്കകത്തെ അന്തരീക്ഷവും ശുദ്ധീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പുതിയ പെയിൻ്റാണിത് ഭദ്രം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ കേരള പെയിന്റ്സിനായി റബ്ബർ പാൽ ഉപയോഗിച്ച് പെയിന്റ് നിർമ്മിക്കാനായത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നു. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റബ്ബർ പ്രൊഡക്ഷൻ ഇൻക്യുബേഷൻ സെന്ററിലെ ശാസ്ത്രജ്ഞരാണ് റബ്ബർ പാലിൽ നിന്ന് പെയിന്റിനുള്ള സാങ്കേതിക വിദ്യ കണ്ടെത്തിയത്.
നമുക്കൊരു ചായ കുടിച്ചാലോ? 2 മലയാളി സുഹൃത്തുക്കൾ ഒന്നിച്ചു കൂടിയാൽ ആദ്യം പറയുന്നത് ഒരു പക്ഷേ ഇങ്ങനെയാവും. വീടിന് പുറത്താണെങ്കിൽ ചായ സെറ്റ്, ഒരു കടയിലേക്ക് കയറുക, 2 ചായ ഓർഡർ ചെയ്യുക. എന്നാൽ ഈ ചായദാഹം വീടിനകത്താണെങ്കിലോ? പാത്രമെടുക്കണം, വെള്ളമെടുക്കണം, തേയില ഇടണം. ഓർക്കുമ്പോൾ അങ്ങ് മടിയാവും. എന്നാൽ പിന്നെ ചായ വേണ്ട എന്ന തീരുമാനത്തിലെത്തും. എന്നാൽ ഇതാ, ഇങ്ങനെ കഷ്ടപ്പാടിനെക്കുറിച്ച് ചിന്തിച്ച് ചായയും കാപ്പിയും കുടിക്കാതിരിക്കട്ട. ചായപ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത. നല്ല ചൂട് ചായ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും കുടിക്കാം. പാത്രം വേണ്ട, തേയില വേണ്ട, പഞ്ചസാരയും വേണ്ട. ചൂടുവെള്ളം പ്രത്യേക കപ്പിലേക്ക് ഒഴിച്ചാൽ മാത്രം മതി. ഇൻസ്റ്റൻറ്റ് ചായ റെഡി. തേയില അല്ലെങ്കിൽ കാപ്പി പഞ്ചസാരയുമായി മിക്സ് ചെയ്ത് വരുന്ന ഇൻസ്റ്റൻറ്റ് പേപ്പർ കപ്പാണ് ഇവിടുത്തെ താരം. അതുൽ എന്ന 22-കാരനാണ് ഈ സംരംഭത്തിന് പിന്നിൽ. ചൂട് എന്നാണ് ഈ സംരംഭത്തിൻ്റെ പേര്. പേപ്പർ കപ്പിന് താഴെ ചായ അല്ലെങ്കിൽ കാപ്പി മിക്സ് ചെയ്ത ഇൻസ്റ്റൻറ്റ് പാക്കുകൾ ബേസായി ഘടിപ്പിക്കുന്നതാണ് ഇതിൻ്റെ രീതി. ഒരു മാസം 5000-ലേറെ കപ്പുകളാണ് വിറ്റുപോകുന്നതെന്ന് അതുൽ പറയുന്നു. കോൾഡ് കോഫി പോലെ പാൽ ചേർത്ത് തയ്യാറാക്കുന്ന കപ്പുകളും കൂടുതൽ ഫ്ലേവറുകളും രംഗത്തെത്തിക്കാനാണ് അതുലിൻ്റെ ശ്രമം. സംരംഭകത്വത്തിൻ്റെ നൂതനാശയം. പ്രത്യാശയുടെ സന്ദേശവുമായി ലോകം ക്രിസ്മസ് ആഘോഷിച്ചു. പുൽക്കൂടും നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീയും ഒക്കെ ഇപ്പോഴും നിരത്തുകളെ വർണ്ണാഭമാക്കുന്നു. അപ്പോഴാണൊരു ക്രിസ്മസ് ട്രീയുമായി ഇടുക്കിയിൽ നിന്നൊരു കഥ. റീബോൺ എന്ന് പേരിട്ട പ്ലാസ്റ്റിക് ക്രിസ്മസ് ട്രീ. മാലിന്യത്തിൽ നിന്നും കല എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി ഇടുക്കി സെയിൻറ് ജോർജ് കുരിശ് പള്ളിക്ക് സമീപമാണ് ഈ വേറിട്ട ക്രിസ്മസ് ട്രീ നിർമ്മിച്ചിരിക്കുന്നത്. 4 മീറ്റർ ഉയരമുള്ള ഈ ക്രിസ്മസ് ട്രീ നിർമ്മിക്കാൻ 6000-ലധികം പ്ലാസ്റ്റിക് കുപ്പികൾ വേണ്ടിവന്നു. വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിച്ച പച്ച നിറത്തിലുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ഇലകളുടെ ആകൃതിയിൽ മുറിച്ചെടുത്താണ് മരമൊരുക്കിയത്. പഴയ ഇരുമ്പ് കമ്പികൾ ഉപയോഗിച്ച് ഫ്രെയിമും കുപ്പിയുടെ അടപ്പുകളും ചുവട് ഭാഗവും കൊണ്ട് അലങ്കാര ബോളുകളും നിർമ്മിച്ചു. ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥരും യങ് പ്രൊഫഷണലുകളും ചേർന്ന് 6 ദിവസം കൊണ്ടാണ് ഈ കലാസൃഷ്ടി പൂർത്തിയാക്കിയത്. പഴയ ഹോസ് കഷ്ണങ്ങളും തുണിക്കഷ്ണങ്ങളും ഉപയോഗിച്ച് മറ്റലങ്കാരങ്ങളും ചെയ്തു. മാലിന്യമെന്നു കരുതി വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾക്ക് പുതുജീവൻ നൽകി പുനരുപയോഗത്തിന്റെ വലിയൊരു സന്ദേശമാണ് ഈ ക്രിസ്മസ് ട്രീ പങ്കുവയ്ക്കുന്നത്. കൽആം പേര് കേൾക്കുമ്പോൾ ഒരുപക്ഷെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിനെ ഓർമ്മ വരും. സംഗതി ശരിയാണ്. അദ്ദേഹത്തോടുള്ള ആദരവായി ഹൈദരാബാദിലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തങ്ങളുടെ ഉൽപ്പന്നത്തിന് നൽകിയിരിക്കുന്ന പേരാണ് കൽആം. കൃത്രിമ കൈയാണ് ഈ ഉൽപ്പന്നം. അപകടത്തിലും മറ്റും കൈകൾ നഷ്ടപ്പെട്ടവർക്കല്ലെങ്കിൽ ജന്മനാ കൈകളില്ലാത്തവർക്ക് ശരീരത്തോട് വച്ചു പിടിപ്പിക്കാവുന്ന AI അധിഷ്ഠിത കൈയാണ് കൽആം. മേക്ക് ഇൻ ഇന്ത്യ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ ചുവട് പിടിച്ചാണ് ഈ ബയോണിക് അവയവങ്ങൾ തദ്ദേശീയമായി നിർമ്മിച്ചിരിക്കുന്നത്. കുറഞ്ഞ ചിലവാണ് പ്രത്യേകത. ആഗോളതലത്തിൽ ലഭ്യമായ ബയോണിക് കൈകളേക്കാൾ 10-1 ചിലവ് മാത്രമേ ഇതിനുള്ളൂ. വെറും 950 ഗ്രാം മാത്രം ഭാരമുള്ള ഈ കൈകൊണ്ട് 8 കിലോ വരെ ഭാരം ഉയർത്താൻ കഴിയും. പാചകം ചെയ്യാനും സൈക്കിൾ ചവിട്ടാനും വെള്ളം കോരാനുമൊക്കെ ഈ കൃത്രിമ കൈ ധാരാളം മതി. റോബോട്ടിക്സ്, 3D പ്രിന്റിംഗ് എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മാണം. സാങ്കേതികവിദ്യ സഹാനുഭൂതിയുമായി ഒത്തുചേരുമ്പോൾ ഇത് ജീവിതങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കൽആം. രാജ്യത്തിൻ്റെ സ്വയം പര്യാപ്തതയിലേക്കൊരു കൈത്താങ്ങ്. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമൻ്റായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. അവതരണം ലിൻസ സ്വരാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ.